രണ്ട് ഫോണൊക്കെ പിടിച്ചിട്ടാ നടക്കണം. അയ്യോ ഇവിടെ കൊറേ ആൾക്കാരുണ്ടല്ലേ. എന്റെ പുതിയതാ മരം കയറി പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മരം കയറാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇത് നമ്മളെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യാ. അപ്പൊ ഇന്ന് നമ്മളെ എവിടെക്കാ പോണേ? ഒരു പാർക്കിലേക്കാ. സംഭവമൊന്നുമല്ല, ജസ്റ്റ് അബുദാബി കാണാത്തവർക്കൊക്കെ വേണ്ടിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാ, കാണിക്കാൻ വേണ്ടിട്ട്. അതെ, നല്ല ട്രാഫിക് ആണ്. അത് നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ. ഡെയിലി നമ്മള് വ്ളോഗ്സ് ആയിട്ട് വരുന്നത്. വെറുപ്പിക്കുന്നതായിരിക്കും. അതെ, ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇടണം, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് കാണാൻ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഡെയിലി അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗാണ്, ഈവനിങ് വ്ളോഗാണ്. പൈനാപ്പിൾ ബ്രിഡ്ജ് അല്ല, സോറി, പൈനാപ്പിൾ എവിടെയെങ്കിലൊക്കെ ചുമ്മാ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ അല്ലേ? അതെ. പക്ഷേ ഇവിടെ ഫുള്ള് ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എന്താവും. നിങ്ങൾ രണ്ട് ലേഡീസ് ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബുദാബിയിലുള്ളവർക്ക് നമ്മുടെ സലൂണിൽ വരാം. ഇപ്പൊ ലേഡീസ് സർവീസ് ഒക്കെ എടുക്കണമെന്നില്ല, നമ്മൾ മീറ്റ് ഒക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി എന്റെ കണ്ണിൽ ആദൂനെ കാണുന്നതായിരിക്കും. ഈ കാണുന്നതാണ് പൈനാപ്പിൾ ബിൽഡിംഗ്. ആറ്റത്ത് കാണും. ശരിക്കും പറഞ്ഞാല് ആദു വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര പുറകോട്ടായിരുന്നു. സ്വന്തമായിട്ട് സംസാരിക്കാൻ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആദുവിനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ എന്നെക്കാളും കൂടുതൽ സംസാരിക്കുന്ന ആദുവാണ്. ഈ വണ്ടി കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ? നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാല് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. കാണുന്നുണ്ട് ഗൈസ്, എന്തൊരു ട്രാഫിക്കാന്ന് ദുബൈയെക്കാളും മോശമായിക്കൊണ്ടിരിക്കുകയാണ് അബുദാബി ട്രാഫിക്കിന്റെ കാര്യത്തിൽ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അബുദാബി. ഭയങ്കര പീസ്ഫുൾ, സുഖമാണ് ജീവിക്കാൻ. എന്തോ നല്ല സമാധാനം. നാട്ടിൽ നിന്ന് വന്നിട്ട് ഏറ്റവും എന്താ പറയാ, നാട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് അബുദാബി മിസ് ചെയ്യുമല്ലേ? അബുദാബി ഇഷ്ടപ്പെട്ടെ ദുബായ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ. പക്ഷെ കൊതുകൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ. നാട്ടിന്ന് എങ്ങനെ കൊതുവിനെ കൊണ്ടുവരാ? ബാഗിലിട്ടുണ്ട് വരാമല്ലോ. ഇവിടെ നമ്മളെ പെട്ട് വഴിയില്ല. പോകാം, അബുദാബി പോലീസ് ഇപ്പൊ വരും പിടിച്ചോണ്ട് പോകാൻ. എല്ലാത്തിനും നമുക്ക് ഇവിടെ ഫൈനാണ്. അബുദാബി പോലീസ് റോഡ് ക്രോസ് ചെയ്താ ഫൈൻ, റോഡ് ക്രോസ് ചെയ്തില്ലെങ്കിൽ ഫൈൻ, സീബ്ര കണ്ടാ ഫൈൻ അല്ലേ? ഇതൊരു കഷ്ടമാണ്. നമ്മുടെ സാലറിയിലെ പകുതി കാശ് വീഴുന്ന ഫൈൻ അടച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല നിയമമാണ് അല്ലേ? അതൊന്നും നല്ലതാ ശരിക്കും പറഞ്ഞാല്. അല്ലെങ്കിൽ എന്തൊരു പാടാ, നമ്മുടെ നാടൊക്കെ പോലെ ആണെങ്കിലോ. പക്ഷെ നമുക്ക് വഴി തെറ്റിപ്പോയി, ഇനി അറിയത്തില്ല എങ്ങനെയാ വണ്ടി. കണിക്കുന്ന കൂട്ടതാ പോകുന്നത്. പൈനാപ്പിൾ ബിൽഡിങ്ങിന് അങ്ങോട്ടല്ല കേട്ടോ, കുറച്ച് അടുത്തായിട്ട് വരും ഡെൽമ പാർക്ക്, അങ്ങോട്ട് കാണിക്കുക. ഇതാണ് ഡെൽമ പാർക്ക്. പക്ഷെ ഇതിന്റെ എൻട്രൻസ് എവിടാന്ന് നമുക്ക് എപ്പോഴും അറിയത്തില്ല. പക്ഷെ കുറെ ആൾക്കാർ അകത്തുണ്ട്. പക്ഷെ വണ്ടി അതുവഴിയാ പോകുന്നത്. അതിനെങ്ങനെ പോവാനോ? ഫുൾ ബ്ലോക്ക്. ഇതിൽ കൂടെ നമ്മ എപ്പോ പോയിട്ട് എപ്പോ എത്താനാ? ഇപ്പൊ തന്നെ സമയം എത്രയായി? 6 മണിയായി, 18 മണിയായി. നമ്മുടെ നാട്ടിൽ 6 മണിയൊക്കെ ആവുമ്പോഴേക്കും അല്ലേ നല്ലതായിട്ട് ഇരുട്ടാവും. ഇവിടെ 7 മണിയായാലും വെളിച്ചുണ്ടാവും. ഐശ്വര്യമുള്ളവർ എവിടെ ചെന്നാലും അവിടെ വെളിച്ചുണ്ടാവും ആണല്ലേ? അതുവഴി അങ്ങോട്ട് പോകണം തോന്നുന്നു, റൈറ്റ് എടുത്തിട്ടല്ലേ? അതുവഴിയൊക്കെ വണ്ടി പോകുന്നുണ്ട്. പക്ഷെ അറിയത്തില്ല കേട്ടോ എങ്ങോട്ടായിട്ട്.
വലിയ സംഭവമൊന്നും അല്ല ഈ പാർക്ക്, പക്ഷെ ഒരു വൈകുന്നേരത്തൊക്കെ രസമാണ് അല്ലേ? കുറെ കൊച്ചു കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാ വരുന്നത് ഈ ഭാഗത്ത്. ഈ വണ്ടി കണ്ടോ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ ട്രാഫിക്. അതായത് നമ്മുടെ വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയി കഴിഞ്ഞാല് വിളിക്കുന്ന ഇവരെയാണ്, സെയ്തെന്നാണ് പറയുന്നത്. നമ്മുടെ പോലീസ് നാട്ടിലെ അതെനിക്ക് പുതിയ അറിവാട്ടാ. ഒരു കാറില്ലാരും ഇവിടെ നേരെ വിളിക്കുക, അവര് ഫൈൻ ഇടും. നമ്മുടെ ഭാഗത്ത് തെറ്റെങ്കിൽ നമുക്ക് ഫൈൻ തരും, അല്ല അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ അവർക്ക് ഫൈൻ കൊടുക്കും. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തും ബഹളവും തെറി പറിച്ചിട്ടും അങ്ങനെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഇതാണോ പാർക്ക്? യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഡെൽമ പാർക്കിലെത്തി. വളരെ ചെറിയ പാർക്കാണ്, അത്ര സംഭവമൊന്നുമല്ല. പക്ഷെ നമുക്ക് ഈവനിങ് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. ദാഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിക്കാം. നമ്മൾ പുറത്തിറങ്ങിയല്ലോ, പാർക്കിൽ കേറിയതും കണ്ടിറങ്ങി. പക്ഷെ നമുക്കവിടെ പാർക്കിംഗ് അലൗഡ് അല്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരാം. ഓക്കെ, നല്ല അടിപൊളി വില്ലകളൊക്കെ ഉണ്ട് അല്ലേ? അതും പാർക്കിംഗ് കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. നമ്മള് കൊറേ നേരമായില്ലേ ഇവിടെ കിടന്ന് കറങ്ങി. എനിക്ക് ഇവിടുത്തെ മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസ കാണാനായിട്ട് അല്ലേ? ഇവിടുത്തെ ചൂടും അടിപൊളിയാണ്. ഓ, നമുക്ക് ഇവിടെ ചൂട് തുടങ്ങിയിട്ടില്ല, ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഫീല് ഒരു ജൂലൈ ഒക്കെ ആവുമ്പോഴത്തേക്ക് നല്ല ചൂടാവും. അപ്പൊ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടിലേക്ക് എത്തിയോ? ഒരു പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ അലയുകയാണ്. മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പൽ പുലി പറയൂ. ഒരു പാർക്കിംഗ് കിട്ടാൻ എന്താ കഷ്ടപ്പാട്. എന്തുമാത്രം റേഞ്ച് റോവറും എന്തുമാത്രം ഡിഫൻഡറും എന്തുമാത്രം വില കൂടിയ വണ്ടികളല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ എത്ര എണ്ണം ഉണ്ട്, വളരെ കുറവ്. പക്ഷെ ഇവിടെ മിക്കവർക്കും അല്ലെ, അത് നമുക്ക് എടുക്കേണ്ടി ഇതുപോലെ ഡിഫൻഡർ ഒക്കെ. എവിടെ എത്തി? ഇവിടെ തന്നെ എത്തി. ഇവിടെ തന്നെ കിടന്ന് കറങ്ങാം. നമ്മ നേരത്തെ കണ്ട മരം, അതെ, മരം, പച്ചമരം, ആ പച്ച കളർ മരം. രണ്ട് കുഞ്ഞു കൊച്ചുങ്ങൾ പോകുന്നുണ്ട്, എന്ത് ക്യൂട്ടല്ലേ. എല്ലാരും നടക്കാനിറങ്ങി. നല്ല രസമുണ്ടല്ലേ? സൺറൈസ് അല്ല, സോറി, സൺസെറ്റ്. ഇത് നമ്മളുടെ അതല്ലേ, മറ്റേ നീമല്ലേ, ആര്യവേപ്പല്ല? ഞാനതാണ് ഓർക്കുന്നത്, പക്ഷെ അതല്ല. ഞാനും വിചാരിച്ച് ആര്യവേപ്പായിരിക്കും. അങ്ങനെ നമ്മൾ എത്തി, ലാസ്റ്റ് ഒരു പാർക്കിംഗ് കിട്ടി. എന്തെടുക്കുക? രണ്ട് ഫോണൊക്കെ പിടിച്ചിട്ടാ നടക്കണം. വെരി ബിസി ഗേൾ. പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകും, ഫൈൻ വരും. ഓ, അതിന് ഭയങ്കര ടെൻഷൻ. ഇങ്ങനെ ആൾക്കാർ വീഡിയോ എടുക്കും, അങ്ങനെ തന്നെയാണ്. കൂട്ടുള്ളപ്പോഴത്തേക്കും അല്ലേ? അതെ, എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഒക്കെ വേണ്ടത് നിങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മൾ അതുപോലെ ഇപ്പൊ ഷോപ്പിംഗ് ആണെങ്കിൽ ഷോപ്പിംഗ് അല്ല, ഇതുപോലത്തെ സ്ഥലം കാണുന്നതാണെങ്കിൽ അങ്ങനെ അല്ലേ? അതെ. അങ്ങനെ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? പാർക്കിലോ. വളരെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് കേറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അല്ലേ നമ്മള്. അവസാനം ഞങ്ങളൊരു മാളിൽ പോകാൻ പ്ലാൻ ചെയ്തു. ഇപ്പൊ പാർക്കിംഗ് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ കാണാൻ ഭാഗ്യമുണ്ട്. ഇവിടെ കൊറേ പേരിങ്ങനെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറെ പേര് നടക്കാൻ വരുന്നതാണെങ്കിൽ അടിപൊളി പാർക്കാണ്. വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട്. എനിക്ക് അറിയത്തില്ല, ഇവിടെ ഉള്ളവരൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉള്ളവർക്ക് അറിയുണ്ടാവും, നമ്മള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അറിയാത്തത്. ഇതാണ് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീടിൽ എത്രമാത്രം നല്ല രസം. എന്റെ കുട്ടിക്കാലം ഞാൻ തിരിച്ചു. അയ്യോ, നാട്ടിലൊക്കെ ഉണ്ടല്ലോ മരം കയറി പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മരം കയറാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കയറാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മരം കയറാം. നിങ്ങൾക്ക് നാട്ടിലെ ആ ഒരു കലാവാസനയെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം.
ദാ പോണ് വീഴണ്ടട്ടാ. എന്താ പറയാ, കളിയാക്കൊന്നും വേണ്ട, നിങ്ങൾ എല്ലാരും കേറണം. ഇതേപോലെ കേറുന്നൊന്നും ഇല്ലേ നോക്കിയ. പക്ഷെ അങ്ങനെ ഇതൊക്കെ രസല്ലേ അല്ലേ? ആദ്യം ഇപ്പൊ കേറി കാണിക്കുന്നതായി. ആ നല്ല രസമുണ്ട്. ഒയ്യോ ഇവിടെ കൊറേ ആൾക്കാരുണ്ടല്ലേ. അങ്ങോട്ടൂടെ പോവാൻ നല്ല രസമുണ്ട്. എവിടെ? അങ്ങോട്ട് പോകുമ്പോ ആ അവിടെ പോവാ. എന്താ നല്ല നല്ല പച്ചടിച്ച പോലല്ലേ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രമാത്രം കാണാൻ പറ്റും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗി, നല്ല കാമായിട്ട് കിടക്കാണ്. എന്താ പറയാ, ബാക്കി നമ്മുടെ ആദ്യം പറയും. എനിക്ക് ഈ പിള്ളേര് കളിക്കണ കാണുമ്പോണ്ടല്ലോ അവരെ കൂടെ കളിക്കാൻ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. ആ ഇവിടെ വെറുതെ വന്നിരിക്കാണ് നല്ല രസമായിരിക്കും. കൊറേ മരങ്ങളും ഇതാണ് അതൊക്കെ കുറേ വലിയ ഫ്ലാറ്റുകൾ, അമ്പര ചുംബികളായുള്ള ബിൽഡിങ്ങുകൾ, ഇതൊക്കെയാണ് നമ്മുടെ അബുദാബി. മൊത്തത്തിൽ പൊളിയാണ് കൈ. പാന്റ് പുതിയതാ. ഒരു ചേഞ്ചിന് വേണ്ടി എടുത്തതാ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബസ്, കണ്ടോ? ഇതേപോലത്തെ ബസ്. ഇതേത് ബസ്സാ? നമ്മുടെ ഇവിടെ ഫുള്ള് പൂക്കളൊക്കെ വീണത്. പൂക്കളാണ്. നിങ്ങള് ബാർബിക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫുഡൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് കഴിക്കാനാണെങ്കിലും ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് അറിയത്തില്ല ഇവിടെ അത് അലൗഡ് ആണോ, പക്ഷെ ഇവിടെ അതിനുള്ള ഒരുപാട് സ്പേസ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കുണ്ടല്ലോ ഗൈസ്, ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വരാം. ഇപ്പോൾ ഫാമിലി ഗാദറിങ്സ്, അതുപോലെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ ആരും അങ്ങനെ ബാർബിക്യൂ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ അടിപൊളിയാണ് അല്ലേ, നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല രസം, മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സിറ്റിക്ക് നടുവിലുള്ള ഒരു പാർക്കാണ്, മൊത്തത്തിൽ കൊള്ളാം അല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നൊന്ന് എൻജോയ് ചെയ്യൂ ഗൈസ്. ഒരു തമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നതാണ്. ഇരുന്ന് നല്ല സുഖം, എഴുന്നേക്കാൻ തോന്നുന്നേ. പറയും ആദ്യം 2 വാക്ക് പറയുന്നതായിരിക്കും എൻ്റെ അടുത്ത്. അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യണം. വരാനുണ്ട്. ഇനി അങ്ങോട്ട് ഞങ്ങൾ എന്നും വരുന്നതായിരിക്കും. എല്ലാ ദിവസവും അതും 2 വാക്ക് പറയുന്നതായിരിക്കും. 2 വാക്ക് പറയുമ്പോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നും കാണുക. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും കമന്റ് ചെയ്യുക. അതെ, ഡെയിലി നമുക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. നിങ്ങളെ പൊക്കി പറഞ്ഞിട്ട് കമന്റ് ഇടുക. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഇതൊന്ന് ചുറ്റി കാണിച്ചിട്ട് നമുക്ക് പോവാം. പക്ഷെ എണീക്കാൻ തോന്നണില്ല. നല്ല സുഖം, നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്, എന്തൊരു സുഖം അല്ലേ. അതേപോലെ അബുദാബി വരാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കുറെ ആൾക്കാർ പരാതി പറഞ്ഞു ഇവിടെ ഭയങ്കര ചൂടാണ്, പക്ഷെ ചൂട് ഇവിടെ സൂപ്പറാണ് കൈ അല്ല. ചൂടാണെങ്കിൽ അടിപൊളിയാണ്. അതിനെന്താ പറയാനുള്ളത്? എനിക്കിഷ്ടായി. ഞാൻ ദുബായി പോയിട്ടുണ്ട്, ഒമാൻ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അബുദാബി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും അല്ലെ, നമുക്ക് എന്താണ് എല്ലാം ഇവിടെ കിട്ടും. അതിൽ അടിപൊളിയാണ് നമ്മുടെ അബുദാബി അല്ലേ. ചെറിയ ചെറിയ കൊതുകുകളൊക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, അപ്പൊ നമുക്ക് പോയാലോ? നമുക്ക് പോവാം. ഞങ്ങൾ ഒന്നും കൂടി ഇത് ഫുള്ള് ചുറ്റിക്കറങ്ങി കാണിച്ചിട്ട് ഈ പാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ കമന്റ്സിൽ പറയണേ. അതെ, നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അതെ അതെ, ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ജസ്റ്റ് വന്നിട്ട് ഒന്ന് കാണുക, ഇടക്കിടക്ക് വന്നാൽ നല്ല രസമായിരിക്കും. അതെ അതെ, കുട്ടികളൊക്കെ ഒരുപാടുള്ളതാണ്, ഭയങ്കര സൗണ്ടാണ്. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോ ഒക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ വന്നിരുന്ന ടൈം അറിയില്ല. അതെ അതെ, ഇവിടെ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ. ഇനി ഞങ്ങൾ വേറെ 2-3 സ്ഥലത്ത് കൊണ്ടുപോകാം, പക്ഷെ ഇന്നല്ല, ഇന്ന് നമ്മൾ ഓൾറെഡി ടൈം ആയി. ഇപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി നല്ല അല്ലേ ടൈം ലേറ്റ് ആയി. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗില് വേറെ വിശേഷം കോർണിഷ് പോവാം. ഓക്കെ, കോർണിഷ്. ഓക്കെ, അപ്പോ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ. അതെ, വൈൻഡപ്പ് ചെയ്യാം. വ്ളോഗ് ചെറുതായി പോയാ.
എന്തായാലും ഫസ്റ്റ് വ്ളോഗ് അല്ലേ, നെക്സ്റ്റ് തുടങ്ങി നമുക്ക് സെറ്റ് നല്ല കിളികളാരവൊക്കെയാണ് guys. അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോ കിളികളുടെ ആരവങ്ങളും കിളികളുടെ പാട്ടുകളൊക്കെ അത് മിസ് കേൾക്കാറില്ലേ? ചെയ്യുന്നവർക്ക് ഇവിടെ വരാം. അത് മിസ് ചെയ്യുന്നവർക്ക് ഒരു സന്ധ്യ ആകുമ്പോഴോട് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വൈബ് പിടിക്കാം അല്ലേ? പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ. പോയാലോ? എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ അപ്പൊ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ വരുള്ളൂ. അതന്നെ. അതന്നെ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. ബൈ ബൈ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ.